ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക എരിച്ചു തീർത്തത് കോടികളുടെ ആയുധ ശേഖരം. ഇറാനിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സൈനിക നീക്കം അമേരിക്കയുടെ ആയുധപ്പുരകളെ വൻതോതിൽ ശൂന്യമാക്കിയതായി റിപ്പോർട്ട്. യുദ്ധത്തിൽ ആയിരക്കണക്കിന് അത്യാധുനിക മിസൈലുകളും ബോംബുകളും അമേരിക്ക എരിച്ചു തീർത്തതായി പെന്റഗണിലെ ആഭ്യന്തര കണക്കുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾക്കെതിരെയുള്ള ഭാവി യുദ്ധങ്ങൾക്കായി കരുതി വെച്ചിരുന്ന ശേഖരമാണ് ഈ യുദ്ധത്തിൽ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 US-ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കയെ വൻതോതിൽ മിസൈലുകൾ പ്രയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. യുദ്ധത്തിന്റെ ആകെ ചെലവ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സ്വതന്ത്ര ഏജൻസികളുടെ കണക്ക് പ്രകാരം ഇത് $28 ബില്യൺ മുതൽ $35 ബില്യൺ വരെ വരും. അതായത് ഒരു ദിവസം ശരാശരി $1 ബില്യൺ അഥവാ ഏകദേശം 8300 കോടി രൂപ അമേരിക്ക യുദ്ധത്തിനായി ചെലവാക്കിയെന്നാണ് പ്രാഥമിക വിവരം. യുദ്ധത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം $5.6 ബില്യൺ വെടിക്കോപ്പുകളാണ് US സൈന്യം ഉപയോഗിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് JASS MER എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈലുകളാണ്. അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന ആകെയുള്ള 1500 മിസൈലുകളിൽ 1100 എണ്ണവും ഇറാനിൽ പ്രയോഗിച്ചു കഴിഞ്ഞു. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഓരോ മിസൈലിനും ഏകദേശം $1.1 മില്യൺ വില. അമേരിക്കയുടെ അഭിമാനമായ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരത്തിലും വൻ ഇടിവുണ്ടായിട്ടുണ്ട്. 1000-ലധികം ടോമഹോക്കുകളാണ് യുദ്ധത്തിൽ തൊടുത്തുവിട്ടത്. ഇത് അമേരിക്കയുടെ വാർഷിക ഉൽപ്പാദനത്തിന്റെ 10 ഇരട്ടിയാണ്. നിലവിൽ US ശേഖരത്തിൽ 3000 ടോമഹോക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 1991 ഗൾഫ് യുദ്ധം മുതൽ അമേരിക്കൻ കരുത്തിന്റെ പ്രതീകമായിരുന്ന ഈ മിസൈലുകൾക്കൊന്നിന് $3.6 മില്യൺ ചെലവ് വരുന്നത്. മിസൈൽ പ്രതിരോധ രംഗത്തും അമേരിക്കയ്ക്ക് കനത്ത ആഘാതമേറ്റു. ഒന്നിന് $4 മില്യൺ വിലയുള്ള 1200 പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് യുദ്ധത്തിൽ പ്രയോഗിച്ചത്. 2025 അമേരിക്ക ആകെ നിർമ്മിച്ചത് 600 പേട്രിയറ്റ് മിസൈലുകൾ മാത്രമായിരുന്നു എന്നറിയുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ ഉൽപാദന നിരക്കിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടത്. ഇറാനിലെ 13,000 ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായിട്ടാണ് US സൈന്യം അവകാശപ്പെടുന്നത്. എന്നാൽ ഓരോ വലിയ ലക്ഷ്യസ്ഥാനത്തെയും തകർക്കാൻ ഒന്നിലധികം തവണ ബോംബുകളും മിസൈലുകളും ഉപയോഗിക്കേണ്ടി വന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നതിനേക്കാൾ ഭീകരമാണെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ, ATACMS എന്നിവയുടെ ശേഖരവും ആശങ്കാജനകമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. യുദ്ധം അമേരിക്കയുടെ ആഗോള സൈനിക സന്നദ്ധതയെ ബാധിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ ദൗത്യങ്ങൾക്കായി ഏഷ്യയിലെയും യൂറോപ്പിലെയും സൈനിക കമാൻഡുകളിൽ നിന്നാണ് ആയുധങ്ങൾ എത്തിച്ചത്. ഇത് റഷ്യ, ചൈന എന്നിവരുമായി എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷിയെ ദുർബലപ്പെടുത്തിയേക്കാം. ചെലവേറിയ മിസൈലുകളെ അമിതമായി ആശ്രയിക്കുന്ന രീതി പെന്റഗണിന് തിരിച്ചടിയായിരിക്കുകയാണ്. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ആയുധപ്പുരകൾ വീണ്ടും നിറയ്ക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ആയുധ നിർമ്മാണ കമ്പനികൾക്ക് പണം നൽകുന്നതിനായി കോൺഗ്രസിൽ നിന്ന് അധിക ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പെന്റഗൺ. ഇപ്പോഴത്തെ ഉൽപ്പാദന രീതി അനുസരിച്ച് നഷ്ടപ്പെട്ട മിസൈലുകൾ തിരിച്ചുപിടിക്കാൻ വർഷങ്ങളുടെ അധ്വാനം വേണ്ടിവരുമെന്ന് സെനറ്റർ ജാക്ക് റീഡ് പറഞ്ഞു. ചില നിർണായക മിസൈലുകളുടെ കാര്യത്തിൽ യുദ്ധത്തിന് മുൻപേ തന്നെ ക്ഷാമം നേരിട്ടിരുന്നുവെന്നും ഇപ്പോഴത് വഷളായെന്നും പ്രതിരോധ വിദഗ്ധനായ മാർക്ക് എഫ് കാൻസിയർ നിരീക്ഷിക്കുന്നു. അതേസമയം വാർത്താ റിപ്പോർട്ടുകളെ വൈറ്റ് ഹൗസ് പൂർണ്ണമായും തള്ളി. അമേരിക്കയുടെ പക്കൽ രാജ്യത്തെ സംരക്ഷിക്കാനും കമാൻഡർ ഇൻ ചീഫ് നൽകുന്ന ഏത് ദൗത്യവും പൂർത്തിയാക്കാനും ആവശ്യമായ ആയുധ ശേഖരമുണ്ടെന്ന് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവിറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം എന്ന പദവിക്ക് പോറലേൽക്കാതിരിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോഴും ഇറാൻ യുദ്ധം അമേരിക്കയ്ക്ക് നൽകിയത് വലിയൊരു സാമ്പത്തിക പ്രതിരോധ പാഠം കൂടിയാണ്. അത്യാധുനിക ഡ്രോണുകൾ പോലുള്ള കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ ആയുധക്ഷാമം വിരൽ ചൂണ്ടുന്നത്. വരും മാസങ്ങളിൽ ആഗോള സൈനിക രാഷ്ട്രീയത്തിൽ ഈ ആയുധ കമ്മി വലിയ ചർച്ചകൾക്കും വഴിവെക്കും.